വാപ്പിച്ചിയാണ് എൻ്റെ ആള്. ലിബാസ് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു ഞങ്ങളുടെ അതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാഗും പിടിച്ച് നമ്മൾ നെടുമ്പാശ്ശേരിയിലൊക്കെ വരുമ്പോൾ മറ്റേ ഇതൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും ഒരാളും കാണില്ല നമ്മളൊന്നും. എൻ്റെ പേര് ലിബാസ് പി ബാവ. ഞാൻ വെയ്റ്റ് ലിഫ്റ്ററാണ്. ഇതെൻ്റെ 5ാമത്തെ മെഡലാണ്, ഇൻ്റർനാഷണൽ മെഡലാണ്. എനിക്ക് കോമൺവെൽത്ത്, വേൾഡ് കപ്പ്, ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഇതിനൊക്കെ എനിക്ക് മെഡൽ കിട്ടിയതാണ്. ഈ നവംബർ 4 ഗ്രീസിൽ വെച്ച് നടന്ന മെഡിറ്ററേനിയൻ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ മേടിച്ച വ്യക്തിയാണ് ഞാൻ. ഇതിൻ്റെ ഒരു ബിഗിനിങ് എങ്ങനെയായിരുന്നു? ഏത് പ്രായത്തിലാണ് ഇതിലേക്ക്? ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിൽ 2005 കോളേജ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എൻ്റെ ഒരു ബോഡി സ്ട്രക്ചറൊക്കെ കണ്ടിട്ട് എന്നെ അങ്ങനെ എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. സ്പോർട്സിന് ഈ വെയ്റ്റ് ലിഫ്റ്റിങ്ങോ പവർ ലിഫ്റ്റിങ്ങോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഇറങ്ങിയതാണ് സാർ. ഞാൻ ന്യൂമാൻ കോളേജ് തൊടുപുഴ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഇതിലേക്ക് ഇറങ്ങിയത്. പിന്നെ 2007 ആയപ്പോൾ നാഷണൽ വിൻ ചെയ്തു. അതോടുകൂടി നിർത്തി. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇതൊന്നും ഓർക്കാതെ അങ്ങനെ 11 വർഷം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിയതായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടി എന്നുള്ളൊരു ആ സമയത്തെ ഫീൽ എന്തായിരുന്നു? ആ സമയത്തെ ഫീൽ ആക്ച്വലി എനിക്ക് സങ്കടം തന്നെ ഒരു ഫീലാണ്. കാരണം ഞാൻ പോണ സമയത്ത് എൻ്റെ ഫാദർ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ പോകണില്ലെന്ന് ഞാൻ ഈ മത്സരത്തിന് പോകണില്ലെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് ന്യൂമോണിയ വന്ന് സീരിയസ് ആയി ഹോസ്പിറ്റലായി. വാപ്പിച്ചിയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ കിടപ്പായി. പക്ഷേ എന്നാലും വാപ്പിച്ചിക്ക് ഇത് വരുമ്പോഴത്തേനും തന്നെ ആൾ എൻ്റെ കാര്യം പറയുന്നത് ഭയങ്കര ഇഷ്ടം. എന്നെ ഇങ്ങനെ ആക്കിയത് തന്നെ എൻ്റെ ഫാദറാണ്. അപ്പം വാപ്പിച്ചി എപ്പോഴും പറയും, ഇങ്ങനെ കാണിക്കും എന്നോട്. സംസാരിക്കാൻ പറ്റില്ല, പോയി ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കും, പോയി വാ എന്നുള്ള പറയുന്നത് എന്നെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ പോണില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഗെയിമിലേക്ക് എൻ്റെ ബാബച്ചിയാണ് എന്നെ പറഞ്ഞു വിട്ടോ. ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി എന്നെ പറഞ്ഞു വിടുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ ഈ മത്സരത്തിന് ഞാൻ പോകില്ലായിരുന്നു. നവംബർ 4 മത്സരം. നവംബർ 10 തിരിച്ചു വന്നു. പിന്നെ ഒരു 1 വീക്കായില്ല, അപ്പോഴത്തേനും എൻ്റെ വാപ്പിച്ചി എന്നെ വിട്ടു പോയി. ആക്ച്വലി എന്നെ കാത്തിരിക്കും. എല്ലാവരും പറയുമായിരുന്നു ഞാൻ വന്ന് കാണാൻ വേണ്ടി ഇരുന്നു മരിക്കാൻ എന്ന് പറഞ്ഞ പോലെ. നെക്സ്റ്റ് ഞാൻ ഈ ഫ്രൈഡേ വരുവാണെങ്കിൽ അടുത്ത വരുന്ന ഫ്രൈഡേയിൽ ആൾ പോയി. വാപ്പിച്ചിയാണ് എൻ്റെ ആൾ. അതേപോലെ ഒരാളെ ഹസ്ബൻഡാണ് എനിക്കും കിട്ടിയത്. എൻ്റെ വാപ്പിച്ചിയുടെ അതേ സ്വഭാവം ക്യാരക്ടറൊക്കെ ഉള്ള ഒരാളെ എനിക്ക് ഹസ്ബൻഡായി കിട്ടി. അതുകൊണ്ടാണ് ഈ ഫീൽഡിൽ ഞാൻ ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ല. മാരേജ് കഴിഞ്ഞിട്ടാണ് BEd എടുത്ത്. പിന്നെ കുട്ടികളായി എല്ലാം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഹസ്ബൻഡ് ഇറക്കിയതാണിത്. ഫസ്റ്റ് ടൈം ഈ കോളേജിൽ പഠിക്കുന്ന സമയത്താണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്തുള്ളൊരു മൊമെൻ്റ് ഇപ്പോഴും ഓർമ്മയുണ്ടോ? പറ്റുമോ എന്നുള്ളൊരു? ഇല്ല, പറ്റുമോയെന്ന് വെച്ചാൽ എനിക്കറിയില്ലല്ലോ. ഒരു വലിയ ബാറും കുറേ വെയിറ്റും കാര്യങ്ങളും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു രസം തോന്നി. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ വാപ്പിച്ചി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. വാപ്പിച്ചി മോള് പോയി ചെയ്തിട്ട് വാ എന്നുള്ള രീതിയാണ് പറഞ്ഞു എന്നോട്. എനിക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്തോളാൻ പറഞ്ഞു. ബെന്നി സാറാണ് എന്നെ ഈ ഫീൽഡിലേക്ക് ഇറക്കിയത്. പിന്നെ രതീഷ് സാറാണ് എന്നെ കോച്ചായിട്ടുണ്ടായിരുന്നത് അന്ന് ന്യൂമാൻ കോളേജിൽ. പിന്നെ വേറൊരു ബെന്നി സാറും കൂടെ. ബെന്നി സാർ ലണ്ടനിൽ പോയപ്പോൾ പിന്നെ വന്നതാണ് എൻ്റെ കോച്ചാണ് ഗോപാലകൃഷ്ണൻ, NIC കോച്ചായിട്ട്. ഇതാണ് എൻ്റെ കോച്ച് ഗോപാലകൃഷ്ണൻ, NIC കോച്ചാണ്.
പിന്നെ പുലിയാട്ടോ, കാരണം എൻ്റെ കൂടെ മത്സരിക്കാനും വന്ന് മെഡൽ മേടിച്ച ആളാണ്. വേൾഡ് കപ്പും കോമൺവെൽത്തിനൊക്കെ ന്യൂസിലാൻഡിൽ വെച്ച് ഏഷ്യൻ ഗെയിംസിലും പങ്കെടുത്ത ആളാണ്. മെഡൽ കിട്ടിയ സിൽവർ മെഡൽ അടിച്ച ആളാണ്. എൻ്റെ ഒരു 5 വർഷമായിട്ട് ചെയ്യുന്നതാണ്. അതൊരു നാഷണൽ ലെവൽ കാണുന്നത് എൻ്റെ അടുത്ത് വന്ന് ചെയ്തതാണ്. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഇവർ ബിസിനസ് ബാക്കൊക്കെ ഉണ്ട്. റെഗുലറായിട്ട് വന്നെങ്കിൽ നല്ല ഔട്ട്സ്റ്റാൻഡിങ് ലെവൽ വരാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. ഞാനൊരു പ്രാവശ്യം ഹസ്ബൻഡിനോട് പറഞ്ഞാൽ എനിക്ക് ഒരു 6 മാസത്തേക്ക് എനിക്കിങ്ങോട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു. സുരേഷ് ഗോപി പറയുന്നില്ല, പക്ഷേ കിട്ടിയില്ല. നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ വളരെ അപൂർവമായിട്ട് അങ്ങനെ പൊട്ടൻഷ്യലുള്ള ആൾക്കാരേ ഉള്ളൂ. ഫാമിലിയിൽ നിന്ന് വലിയ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതേ സപ്പോർട്ട് സൊസൈറ്റിയിൽ നിന്നും റിലീജിയനിൽ നിന്നും കിട്ടിയിട്ടുണ്ടോ, കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഫാമിലിയിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട്, ഫ്രണ്ട്സ് അങ്ങനെ. എനിക്ക് പണ്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ആക്ച്വലി നിർത്തിയതൊക്കെ. സമൂഹത്തിൽ നിന്ന് ഇച്ചിരി കുറച്ച് ഞങ്ങളുടെ ആയിരുന്നു. പക്ഷേ ഇപ്പം നേരെ ഓപ്പോസിറ്റായി. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആൾക്കാരും നമ്മളോട് പ്രൗഡായിട്ട് എൻകറേജ് ചെയ്ത് നമ്മളെ ഭയങ്കര എനിക്ക് ഈ മെഡലിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ഹാപ്പിനെസ് തോന്നിയൊരു മൊമെൻ്റാണ് അവരാ പറയുന്ന ഒരു നിമിഷം. ഓരോരുത്തരും ലിവാസ് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു ഞങ്ങളുടെ അതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഇന്ത്യയുടെ ഫ്ലാഗ് ഉയർത്തി കാണിക്കുന്നതാണ്. അത് നാഷണൽ ആന്തം, അതൊന്നും പറയാൻ പറ്റില്ല. അത്രയും പ്രൗഡ് ഒരു മൂമെൻ്റാണത്. നമുക്ക് ഇവിടെ വരുമ്പോൾ അങ്ങനെ വലിയ ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് കിട്ടണില്ല. മാസ്റ്റേഴ്സ് ആയതുകൊണ്ടായിരിക്കണം നമുക്ക് ഫെസിലിറ്റി. പക്ഷേ ഈ മാസ്റ്റേഴ്സ് ആണെങ്കിൽ തന്നെ അത്രയും ഫൈറ്റ് ചെയ്താണ് നമ്മൾ മേടിക്കുന്നത്. അത്രയും സ്ട്രെങ്ത്. കാരണം ഈ എൻ്റെ എന്ന് പറഞ്ഞാൽ 35 to 40 ഏജാണ്. ആ ഏജിലുള്ളവരെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെങ്തുള്ള കുട്ടികളാണ്, നല്ല സ്ട്രെങ്താണ്. അപ്പോൾ അവരെ ഫൈറ്റ് ചെയ്ത്, കാരണം ഈ സീനിയേഴ്സാണ് അവർ, ആ സീനിയേഴ്സുമായിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മേടിക്കുക. പക്ഷേ എനിക്ക് സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാഗും പിടിച്ച് നമ്മൾ നെടുമ്പാശ്ശേരിയിലൊക്കെ വരുമ്പോൾ മറ്റേ ഇതൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും ഒരാളും കാണില്ല. ഒന്നും വേണ്ട, ഒരു കൺഗ്രാജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ മറ്റ് രാജ്യങ്ങളിൽ ചെല്ലുമ്പം നമ്മൾ ഇന്ത്യൻകാർ സ്പോർട്സിന് ഇന്ന കോമ്പറ്റീഷന് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യക്കാരുണ്ടല്ലോ, അവർ നമ്മൾ പൊന്നു പോലെ കൊണ്ടു നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് സ്പോർട്സിനാ വന്നതെന്ന് പറഞ്ഞാൽ അവർ പിന്നെ നമ്മൾക്ക് വേണ്ടിയുള്ള ഇതൊക്കെ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് മാസ്റ്റേഴ്സ് ആയതുകൊണ്ടായിരിക്കണം